അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മട്ടർ പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഉണ്ടാക്കാനും ഈസിയാണ്. എന്നാൽ ഇനി ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. പശു നെയ്യ് 2 ടേബിൾ സ്പൂണ്, കുറച്ച് ഗ്രീൻ പീസ്, 2 തക്കാളി, 1/4 കിലോ പനീർ ചെറുതായി മുറിച്ചത്, കസ്തൂരി മേത്തി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിച്ചപ്പ്, ജീരകം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കാഷ്യൂ, 2 സവാള. ഇനി ഇതെല്ലാം കൂടി ഓയിലിലിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും ഇഞ്ചി, വെളുത്തുള്ളി, കാഷ്യൂ, പിന്നെ ജീരകം ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇവയെല്ലാം കൂടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടണം. ഇനി എടുത്തു വെച്ച കസ്തൂരി മേത്തി ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇനി സവാളയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെക്കണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളക്കാനാവുമ്പോൾ ഗ്രീൻ പീസ് ഇട്ട് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിലെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. കൂടെ അരിഞ്ഞു വെച്ച തക്കാളിയും ഇട്ട് വേണം അരക്കാൻ. ഇനി ഒരു പാനിൽ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കറിക്ക് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഗീക്കകത്ത് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഗരം മസാലയും ഉപ്പും ഇട്ട് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കണം. ഗരം മസാല ഞാൻ 1 സ്പൂൺ മാത്രമാണ് കാണിച്ചത്. പക്ഷേ ഞാൻ 3 ടേബിൾ സ്പൂൺ ഗരം മസാല ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ കറിക്ക് കുറച്ചൊരു ടേസ്റ്റ് കുറവുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോഴേ കളർ ഒന്ന് ബാലൻസായി കിട്ടും. ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മുറിച്ച് വെച്ച പനീറും കൂടി ഇട്ട് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കൂടിപ്പോവാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടാണ് കറി ഉണ്ടാവേണ്ടത്. ലാസ്റ്റ് പശു നെയ്യ് മുകളിലിട്ട് കഴിഞ്ഞാൽ അധികം തിളക്കാൻ പാടില്ല കറി. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടർ പനീർ റെഡിയായി. Thanks for watching.